ഹലോ, വെൽക്കം ബാക്ക് ടു RFC വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ദുബായിലാണുള്ളത്. ദുബായിൽ നമ്മൾ ഇന്നലെ രാത്രി എത്തി. ഇന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ദുബായ് ക്രീക്ക് കാണാനായിട്ട് പോവാണ്. ഫസ്റ്റ് ദുബായ് വിസിറ്റിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ദുബായ് ക്രീക്ക് കാണാനായിട്ട് പോവാണ്. ഈ ദുബായ് പോർട്ടിൻ്റെ റാഷിദ് പോർട്ടിൻ്റെ തൊട്ടടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റാസൽ ഖോർ വരെ അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ദുബായ് ക്രീക്ക് എന്നറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ദുബായ് ക്രീക്കിന് തൊട്ടടുത്തായിട്ടുള്ള ഹെറിറ്റേജ് വില്ലേജിലൂടെയാണ്. അതായത് പഴയ ഒരു പുരാതനമായ ആ പേർഷ്യൻ സ്റ്റൈലിലുള്ള ആ ഒരു ഹെറിറ്റേജ് റിസോർട്ടും വില്ലാസും അങ്ങനെയുള്ള അതേ രീതിയിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഹെറിറ്റേജ് വില്ലേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനകത്ത് താഴെ പാർക്ക് ചെയ്തതിന് ശേഷം ഇതിനുള്ളിലൂടെയുള്ള ഒരു ഹെറിറ്റേജ് അവരുടെ ആ ഒരു പഴയ ജീവിത ശൈലിയും പഴയ ബിൽഡിങ്ങും അങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ ഈ പാസ് ചെയ്ത് പോകുന്നത്. ഇവിടെ പല രീതിയിലുള്ള ഷോപ്സ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല സുഗന്ധവ്യഞ്ജനങ്ങൾ. അപ്പോൾ അവരുടെ ദുബായിൽ പണ്ടുണ്ടായിരുന്ന പേർഷ്യക്കാരുടെ ആ ഒരു ജീവിത ശൈലിയെല്ലാം നമുക്ക് ഈ ക്രീക്കിനകത്ത് ദുബായ് ഹെറിറ്റേജ് വില്ലേജിനകത്ത് കൂടി പോകുമ്പോൾ കാണാൻ സാധിക്കും. وإن قال له كلمة بالفعل ضاع منها ما يعرف المستحيل وللسما يقرب ويلي في فكرته عجب. الله على دبي وعلى سحابة المدرة من وين تنظرها قاع الوطن أعشب سحابة المدرة تروي ലണ്ടൻ നഗരത്തിന് തേംസ് നദി എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ ഈജിപ്തിന് നൈൽ നദി പോലെ അതുപോലെയാണ് ദുബായ്ക്ക് ഈ ക്രീക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി ഏകദേശം 14 കിലോമീറ്റർ കരയിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ദുബായ് ക്രീക്ക് ദുബായെ 2 സിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രീക്കിന്റെ കടലിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന വടക്കേ അറ്റത്തുള്ള ആ പ്രദേശത്തിനെ ദേര എന്നും പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു പ്രദേശത്തെ ആ സിറ്റിയെ ബർദുബായ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ദുബായുടെ പേര് വന്നത് തന്നെ ദേരയും ബർദുബായും 2 സഹോദരങ്ങളാക്കി എടുത്തിട്ട് ദുബായ് എന്ന രീതിയിലാണ് ദുബായ് എന്ന പേര് വന്നത്. രാത്രിയാകുന്നതോടെ ഈ ദുബായ് ക്രീക്കിന് ചുറ്റുമുള്ള ബിൽഡിങ്ങുകളെല്ലാം ലൈറ്റപ്പ് ചെയ്ത് വളരെ മനോഹരമായൊരു ഫീലാണ് നമുക്ക് വിദേശികൾക്ക് നൽകുന്നത്. അത് കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ഓരോ രീതിയിലുള്ള ലൈറ്റിംഗ് ഓരോ ബിൽഡിങ്ങിനും. سحابة مدرفة تروي مواطنها مرزم